അമ്മയോട് ഞാനത് പറയാതിരുന്നത് ദുരഭിമാനം കൊണ്ട് തന്നെയാണ്. എൻ്റെ ദുരഭിമാനം എൻ്റെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് കാര്യം പറയേ. ഞാൻ അരുന്ധതി മേഡത്തോട് ഒരു 10 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അതിന് ഒരു എഗ്രിമെൻ്റും ഉണ്ടായിരുന്നു. ആ രൂപ കൊടുക്കുന്നത് വരെ എൻ്റെ മോളം വിസ്മയയ്ക്ക് വേണ്ടി പാടിക്കൊടുക്കണമെന്ന്. എന്തൊരു ഫ്രോഡുകളാ അമ്മയും മകളും. എന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് സാർ ആ രൂപ വാങ്ങിയത്. ഇവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഗത്യന്തരമില്ലാതെ ഞാൻ വാങ്ങിയതാ. നീ എന്തിനാടാ വിഷമിക്കുന്നത്? നമുക്ക് അവരുടെ ഏർപ്പാടെ ഇന്ന് തന്നെ തീർത്തേക്കാം. ആ അച്ഛാ, ആ ക്യാഷ് ഞാൻ തരാം. ക്യാഷ് അച്ഛൻ അവർക്ക് കൊടുത്ത് ആ എഗ്രിമെന്റ് പേപ്പർ തിരികെ വാങ്ങിക്കണം. ഏയ്, അത് വേണ്ട മോനെ. അതെന്താ, ഞാൻ അന്യനാണോ? അതൊന്നുമല്ല, അച്ഛൻ അതൊന്നും ശീലമില്ല. ആ കാശ് ഞാൻ തന്നെ കൊടുക്കും. അതിന് ചില മാർഗങ്ങളും കണ്ടുവച്ചിട്ടുണ്ട്. ആ സ്ത്രീയും മകളും കൂടി ഇവിടെ കയറി നിരങ്ങും. എല്ലാരും ചീത്ത വിളിക്കുകയും ചെയ്യും. അതിന് അവസരം കൊടുക്കണോ അച്ഛാ? ആ പണം ഇന്ന് തന്നെ ഞാൻ അച്ഛനെ ഏൽപ്പിക്കാം. അത് വേണ്ട മോനെ, അത് ശരിയാവത്തില്ല. ഓ അഭിമാനി. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞ അതും ദുരഭിമാനത്തിന്റെ പേരിൽ തള്ളിക്കളയോ? അരവിന്ദേട്ടൻ ബികോം പാസ്സായതല്ലേ? അതെ. ഏട്ടൻ എന്റെ കമ്പനിയിൽ ഒരു സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തൂടെ? പറയേ, ദുരഭിമാനമുണ്ടോ? ഏയ് ഇല്ല അഖി, ഒരിക്കലും ഇല്ല. എന്റെ അഖിമോനെ നന്ദിയുണ്ട്, 1000 നന്ദിയുണ്ട്. ശ്യാമ എനിക്ക് പ്രിയപ്പെട്ടവളാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ. ശ്യാമയുടെ അച്ഛനും അമ്മയും ആങ്ങളമാരും ജയന്തിയടത്തിയും ഒക്കെ എനിക്ക് എന്നും പ്രിയപ്പെട്ടവർ തന്നെയാ. ശ്യാമേ. എന്താ സർ? എനിക്ക് തന്റെ കള്ളകൃഷ്ണന്റെ പ്രണയ കഥകളില്ലേ, അത് പലതും അറിയില്ല. ആ, അതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. അതിനെന്താ, പറഞ്ഞുതരാലോ. ഇന്ന് രാത്രിയിലെ വീടിന്റെ ടെറസിൽ പോയി നിലാവില് കുളിച്ചിരിക്കണം നമുക്ക് രണ്ടുപേർക്കും. പാല പൂക്കുന്ന സമയമാണേ. അതെന്തിനാ? യക്ഷികളെ ആരെങ്കിലും കൂട്ടുവിളിക്കാനാ? അതല്ല ശ്യാമേ, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിരിക്കുമ്പോ പടിഞ്ഞാറൻ കാറ്റത്ത് പാലപ്പൂവിന്റെ മണം ഒഴുകി വരണം. പാലമരങ്ങളൊക്കെ വല്ല അമ്പല പരിസരത്തെ കാണൂ. ഇതൊക്കെ ഇക്കാലത്ത് ആളുകൾ വെട്ടിക്കളഞ്ഞിട്ട് തേക്കോ മാഞ്ചോ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കില്ലേ? ഈ അമ്പാടിക്കണ്ണന്റെ അനുരാഗ കഥകളൊക്കെ കേൾക്കുമ്പോ നല്ലൊരു പശ്ചാത്തല സംഗീതം വേണ്ടേ? അതിനു വേണ്ടിയാണോ? ഓ, അമ്മയ്ക്ക് അങ്ങനെ ഒരു വാക്ക് ഞാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ അഖിൽ സാറിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ തരുമായിരുന്നു. ശ്യാമേ, എന്താടോ താനെന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ്
ഒന്നുമില്ല സർ. ഓമന മകൻ വഴിതെറ്റിയ കുഞ്ഞാടായി മാറിയിരിക്കുന്നു. അവൻ ഏതാണ്ട് നിധി കിട്ടിയതാണെന്ന മട്ടില് ഭാര്യയും കൊണ്ട് അതിലെ ഇതിലെ തേരാപ്പാര നടക്കുകയാണ്. ഇവരിവിടെ അവന്റെ പേരിൽ വെറുതെ മോങ്ങ. എന്താ അമ്മേ, ഇളയ മോനെയും ഭാര്യയും കാണാത്തതിന്റെ സങ്കടത്തിലാണോ? എന്റെ അമ്മേ, അവനിപ്പോ അമ്മ എന്ന പേര് കേൾക്കുന്നത് പോലും അലർജിയാ. അവനെ അങ്ങനെ അങ്ങ് മാറ്റിക്കളഞ്ഞു നശിച്ചവള്. അമ്മയ്ക്കിനി അഖിയുടെ മേല് ഒരു സ്വാതന്ത്ര്യമോ അവകാശം ഉണ്ടാവില്ല. അതിനെ അവള് സമ്മതിക്കില്ല. എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ എന്താ സംഭവിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നുവെന്ന് ഇവിടുത്തെ അച്ഛൻ എപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അവളെ അഖിയും കാണുമ്പോ എല്ലാം അമ്മ അങ്ങ് മറക്കും. അമ്മേ, ശ്യാമയാക്കിയും ഇതുവരെത്തിയില്ലേ? ഐശ്വര്യ ആൾക്കാരെ പരദൂഷങ്ങൾ പറഞ്ഞ് അമ്മയുടെ ഉള്ളിൽ വെറുതെ തീ കോരിടുക. അതൊരു പുതുമയൊന്നും അല്ലല്ലോ. ആനന്ദ നിലയത്തിലെ പതിവ് കാഴ്ചയല്ലേ? അത് ശരിയാ. എന്താടാ അവിടെ വന്നു നിന്ന് ഞങ്ങളെ രണ്ടാളെയും കളിയാക്കുകയാണോ? അയ്യോ അല്ല, അല്ലമ്മേ, അമ്മയും ഐശ്വര്യം തമ്മിൽ നല്ല കെമിസ്ട്രി ആണെന്ന് ഞാൻ ഏട്ടനോട് വെറുതെ പറയായിരുന്നു. ദേ അമ്മേ, ഞാനല്ല കേട്ടോ, ദേ ഇവനാ. കെമിസ്ട്രിയും ഫിസിക്സും. എന്റെ മുമ്പില് പഞ്ചപാവങ്ങളായി അനുസരണയോടെ നിന്നവരാ എന്റെ 3 മക്കളും. അവരിപ്പോ ഈ അമ്മയെ കളിയാക്കാൻ തുടങ്ങിയല്ലേ? അയ്യോ അമ്മേ, ദേ അമ്മേ, ഞങ്ങൾ അമ്മയെ കളിയാക്കിയതൊന്നും അല്ല. അതെ, അവളോട് 2 എണ്ണം പറഞ്ഞിട്ട് കയറ്റിയാ മതി. അഖി, എവിടെ ആയിരുന്നടാ ഇതുവരെയെന്ന് കലി കയറി ചോദിക്കുമെന്ന് എനിക്കറിയാം. ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അമ്മയെ മറന്നു ഭാര്യയും കൊണ്ട് നാട് മുഴുവൻ കറങ്ങി നടക്കാണോന്നും ചോദിക്കുമെന്നും എനിക്കറിയാം. അഖി, നീ നീ നിന്റെ മൂത്തവരെ 2 പേരെയും കണ്ടുപിടിക്കും. അവരെന്നോട് ഈ ധിക്കാരം കാണിക്കുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ അമ്മയ്ക്ക് ചോദിക്കാം. പോടാ അവിടുന്ന്. ദേ, ഞാൻ പറയാം. എന്റെ രണ്ടാമത്തെ മോൻ അരുണോർമ്മയെ കണ്ടുപിടിക്കേ. എന്ത് അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെ അവ എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നും ചിലപ്പോ ചോദിച്ചേക്കാം. അല്ലേ അമ്മേ? 3 എണ്ണം കൂടി അമ്മയെ കളിയാക്കാൻ നടക്കുക. അയ്യോ അമ്മേ, പെണങ്ങല്ലേ അമ്മേ? സോറി അമ്മേ, ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്കൊരു ദേവി തന്നെയാ. ഞങ്ങളെ വഴക്ക് പറയുന്നത് ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ശരി, മാറങ്ങോട്ട്. ഇത് വല്ലതും ഐശ്വര്യടത്തേക്ക് അറിയോ? ദേ അഖി, എന്നെ വിട്ടേക്ക്. ഞാനൊന്നിനുമില്ല. അതിന് അവനെന്താ നിന്നോട് പറഞ്ഞേ? നമസ്കാരം. നല്ല വിശപ്പും ദാഹവും ഉണ്ട്. കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുമോ? ഏട്ടാ, നിക്ക്. വിശപ്പും ദാഹവും മാറ്റാനാണെങ്കിലേ വല്ല ഹോട്ടലിലേക്കും പോണം. അല്ലാതെ ഇങ്ങോട്ട് വലിഞ്ഞു കയറുന്ന എന്തിനാ? ഇതേ ഹോട്ടലൊന്നും അല്ല. ഐശ്വര്യടുത്തേ, ഇയാളേക്ക് ആരിങ്ങോട്ട് കടത്തി വിട്ടത്? സെക്യൂരിറ്റി! ഓ, അതിനിപ്പോ ഇവിടെ സെക്യൂരിറ്റി പോലും ഇല്ലല്ലോ. അതാ ഈ അലവലാദികളൊക്കെ വലിഞ്ഞു കയറുന്നത്. ഐശ്വര്യടുത്തേ, ഇങ്ങനെയൊന്നും പറയല്ലേ. അദ്ദേഹം നമ്മളെപ്പോലൊരു മനുഷ്യജീവിയാ. ഓ, മനുഷ്യജീവിയാണെങ്കിലേ നീ വിളിച്ച് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോടി. ഐശ്വര്യ നിർത്ത്. ഐശ്വര്യ, എന്താ ഇത്? അവളുടെ ഒരു വക്കാലത്ത് കണ്ട തെണ്ടികളൊക്കെ വീട്ടിൽ കയറി വന്നതിന് മനുഷ്യജീവിയാണെന്ന്. ഇയാളൊക്കെ കള്ളനാണ്, പതുങ്ങിയിരിക്കും. കണ്ണൊന്ന് തെറ്റിയാ ഈ വീട് വരെ എടുത്ത് വിഴുങ്ങിക്കളയും.
ഇയാളുടെ കഴുത്തിനെ പിടിച്ച് പുറത്ത് കളയാൻ ഇവിടെ ആരുമില്ലേ? ഐശ്വര്യ, വിശപ്പും ദാഹവും ഉണ്ടെന്ന് മാത്രമേ കുട്ടി ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഇത്രയും പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. ദയവായി ക്ഷമിക്കണം. മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യകുലത്തിലാണല്ലേ കുട്ടി ജനിച്ചത്. ആരോടെ തന്റെ കുട്ടി? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ ചവിട്ടി ഞാൻ പുറത്താക്കും. എടുത്തി മതി. ഇനി ഈ മനുഷ്യനെ അപമാനിക്കരുത്. അപമാനിച്ച നീ എന്തേ വിടി? ഐശ്വര്യ, എന്നാ അതൊന്ന് കാണണമല്ലോ. ഐശ്വര്യ, വിശന്നും ദാഹിച്ചും കയറി വന്ന ആളാ ഇത്. ഈ മനുഷ്യന് നേരെ ദേഷ്യപ്പെടരുത്. വിശന്നും ദാഹിച്ചും കയറി വരുന്നവൻ ആഹാരം കൊടുക്കണമെങ്കിലേ അത് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താ മതി. ഇവിടെ വേണ്ട. ഇത് എന്റെയും കൂടി വീടാ. എന്റെ ഭർത്താവിന്റെ വീട്. ഭർത്താവിന്റെ വീട് ഭാര്യയുടെയും കൂടി വീടാ. അന്നം ചോദിച്ചു വരുന്നവരെ ആട്ടി ഇറക്കരുത്. അത് പാപോ. ആ കുടുംബത്തിൽ തലമുറകളോളം ആ പാപം നിലനിൽക്കും. ഏത് ഗംഗയിൽ പോയി മുങ്ങിയാലും ആ പാപം തീരില്ല. എന്താ അമ്മ, എല്ലാവരുടെ മുമ്പില് ഞാൻ അഹങ്കാരം കാണിക്കുവാണെന്ന് കരുതരുത്. വിശന്ന് വലഞ്ഞ് വീട്ടിൽ വന്ന് കയറിയ ആൾക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ പറഞ്ഞയക്കൂ. അത് ഈ വീട്ടിൽ നടക്കത്തില്ല. അത് ഈ വീട്ടിൽ നടക്കും. ഇത് നിന്റെ മാത്രം വീടല്ല. കണ്ട പിച്ചക്കാരൊക്കെ പിടിച്ച് സൽക്കരിച്ച് നീ ഇവിടെ വലിയ ആളാവാനൊന്നും നോക്കണ്ട. എനിക്ക് ആരുടെ മുമ്പിലും ആളാവണ്ട ഐശ്വര്യടുത്തെ. മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കരുണയാണ് ദൈവം. എനിക്ക് കാരുണ്യമുള്ള ഹൃദയം തരണേന്ന് മാത്രമാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറ്. അപ്പോഴേ കരുണാമയനായ ദൈവം മനസ്സിൽ കുടികൊള്ളൂ. നീ അങ്ങ് പ്രസംഗിച്ച് തകർക്കുക. ശ്യാമ പറഞ്ഞാലെന്താ ന്യായമില്ലേ? ഇത് അഹങ്കാരമാ. ഇയാൾക്കൊരു തുള്ളി വെള്ളം കൊടുക്കാനോ? ഞാൻ അതിന് അനുവദിക്കില്ല. ഐശ്വര്യടുത്തെ, ഏടത്തിയോട് ധിക്കാരം പറയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ വിശന്ന് വലഞ്ഞ് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് വന്നു നിൽക്കുന്ന ഈ മനുഷ്യന് വെള്ളവും ആഹാരവും കൊടുത്തേ ഈ ശ്യാമ ഇവിടുന്ന് വിടൂ. ഇത് ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പുണ്യത്തിന് വേണ്ടി കൂടിയാ. ഒന്ന് നിൽക്കൂട്ടോ, ഞാൻ വെള്ളം ആഹാരം കൊണ്ടുവരാം. ആയിക്കോട്ടെ. എനിക്ക് പിച്ചക്കാരൊക്കെ കാണുന്നത് തന്നെ അറപ്പും വെറുപ്പുവാ. ഇവന്മാർക്കൊക്കെ പോയി ചത്തൂടെ? അവര് മനുഷ്യരല്ലേ ഐശ്വര്യ? എനിക്കിവരെ മനുഷ്യരായിട്ട് തോന്നുന്നില്ല. വെറും കോൺട്രികൾ, യൂസ്ലെസ്. എന്റെ വീട്ടിൽ പിച്ചക്കാരെയൊന്നും കയറ്റാറില്ല. അടിച്ചു ഓടിക്കും ഇവരെ. പട്ടികളെ വിട്ട് കടുപ്പിക്കുന്നതാണ് ഡാഡിയുടെയും മമ്മിയുടെയും പ്രധാന ഹോബി. ചുമ്മാതല്ല, ഇവളിങ്ങനെ ഒരു മനുഷ്യത്വം ഇല്ലാത്തവളായി പോയത്. അമ്മേ, അമ്മയ്ക്ക് എന്താ ഇവളെ പേടിയാണോ? അതോ ഐശ്വര്യ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണോ ഇവളെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത്? ശ്യാമയെ ആക്കി കല്യാണം കഴിക്കുന്നതിന് മുൻപ് വരെ ഒരു ഭിക്ഷക്കാരൻ കയറി വന്ന അയാൾക്ക് ആഹാരവും വസ്ത്രവും അത്യാവശ്യം കാശും കൊടുക്കാതെ വിടുന്ന ആളല്ലായിരുന്നല്ലോ വസുന്ധര ദേവി.
അമ്മയോടുള്ള വൈരാഗ്യം വെച്ച് അമ്മ അമ്മയുടെ മനുഷ്യത്വം കൂടി മറന്നുപോയോ? ഇവന്റെ പതിഞ്ഞുള്ള നിൽപ്പ് കണ്ടാൽ അറിയാം പേരും കള്ളനാണെന്ന്. ഐശ്വര്യ മതി, ആ മനുഷ്യനെ അധിക്ഷേപിച്ചത് മതി. എന്റെ മനുഷ്യത്വം ഒന്നും മരവിച്ചു പോയിട്ടില്ല. ഞാൻ ചിലതൊക്കെ കാണുമ്പോ കണ്ണടയ്ക്കുന്നു എന്ന് കരുതി അതൊരു ലൈസൻസ് ആണെന്ന് നീ കരുതരുത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അമ്മയുടെ കയ്യിൽ നിന്ന് ഓരോ ഡോസും മെഡിസിൻ അവൾക്ക് കിട്ടിയാൽ ഇവള് നന്നായിക്കോളും. വരൂ സ്വാമി, അങ്ങോട്ടിരിക്കാം. അതൊന്നും വേണ്ട. ഈ സിറ്റ് ഔട്ടിലിരുത്തിയൊന്നും കൊടുക്കണ്ട, അങ്ങോട്ട് കൊടുത്തേക്ക്. അയാളെ ആ മുറ്റത്തെങ്ങാനിരുന്ന് കഴിച്ചോളൂ. ഐശ്വര്യ, ക്ഷമയ്ക്കൊരു അതിലുണ്ട്. നീ എന്നെ കൊണ്ട് വെറുതെ കടുങ്കയൊന്നും ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. കുഞ്ഞേ, ആ ജലം ഇങ്ങി തരൂ. ദാഹജലം ജീവജലമായി മാറും ചിലപ്പോഴൊക്കെ. എനിക്കിപ്പോഴിത് ജീവജലമാണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനവനുള്ള കാലം. കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? ഭിക്ഷക്കാരെ പട്ടിയെ വിട്ട് കടിപ്പിക്കാനും തല്ലാനുമൊക്കെ കാണിക്കുന്ന പിതാവിന്റെ പുത്രി ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നഞ്ചെന്തിന് നാനാഴി? എടോ, നമുക്ക് തിരികെ പോകാൻ സ്വാമികളെ. ഇവരോടൊക്കെ നന്ദി പറഞ്ഞിട്ട് വേണം പോകാൻ. പ്രത്യേകിച്ച് ഈ കുട്ടിയോട്. ആരാ മനസ്സിലായില്ലല്ലോ? സ്വാമികൾ അങ്ങനെയാണ്. ഏത് നാട്ടിൽ പോയാലും ഒരു ദരിദ്രന്റെ വേഷത്തിൽ വീടുകൾ സന്ദർശിക്കും. ഭിക്ഷ യാചിച്ച് കഴിക്കുന്നതാണ് യഥാർത്ഥ സന്യാസം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ തൃപ്പാദങ്ങളാണ് സാക്ഷാൽ സച്ചിദാനന്ദ സ്വാമികൾ. സച്ചിദാനന്ദ സ്വാമികളോ? ദൈവമേ, ഇതെന്തൊരു അത്ഭുത! സ്വാമികൾ ക്ഷമിക്കണം. അകത്തേക്ക് ഇരിക്കാൻ സ്വാമി. അരുൺ, സ്വാമികളെ അകത്തേക്ക് ഇരുത്തണം. ആരതി എടുത്തോണ്ട് വരാം. ഒരു നിമിഷം സ്വാമി. അമൃതേ വാ. സ്വാമിജി ക്ഷമിക്കണം, ആളറിയാതെയാ. അകത്തേക്ക് വരൂ സ്വാമി, വരൂ മോനെ. ആമേ. ഓ, വരൂ സ്വാമിജി. ഓരോ തട്ടിപ്പോയിട്ട് നടന്നോളും. സ്വാമി വരൂ, വരൂ സ്വാമി. മോളെ, തൃപ്തിയോടെ ഞാൻ ഭക്ഷണം കഴിച്ചു എന്നങ്ങോട്ട് വിചാരിച്ചോളൂ. കയ്യിലിരിക്കുന്ന അന്നം അല്പം കഴിഞ്ഞ് പക്ഷികൾക്ക് കൊടുക്കണം. ശരി സ്വാമി. ഞങ്ങള് കുടുംബസമേതം ആയിരവല്ലിക്കാവിലേക്ക് വരാനിരിക്കുകയായിരുന്നു. സ്വാമി